ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ കൂടെ വാ, ഒരു സൂത്രം കാണിച്ചു തരാവേ. വാ, ഈ പാത്രത്തിനകത്ത് കണ്ടോ, ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ, അതായത് കഴിഞ്ഞ വർഷം നട്ടിരുന്ന ഒരു ചേനയാണേ. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ വളർന്ന് പഴുത്തുപോയി. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെയായി. ഇപ്പം ദേ അത് വീണ്ടും കിളുത്ത് വന്നിട്ടുണ്ടേ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചിരട്ടയുടെ അത്രയും വലിപ്പമുള്ള ഒരു ചെറിയ ചേനയുടെ പീസ് ഇതിനകത്ത് വെച്ചാൽ, കാരണം ഈ പാത്രത്തിനകത്ത് കൊള്ളുന്നത് പോലെയല്ലേ ഇതിനുണ്ടാകാൻ പറ്റത്തുള്ളൂ. അപ്പം പറിക്കാതെ പോയത് കാരണം അവിടെ ഇവിടെയൊക്കെ മുള വന്നിട്ടുണ്ടേ. അപ്പം നമുക്കിതൊന്ന് പൊക്കി എടുത്തിട്ട് നോക്കാം ഇതിനകത്ത് എന്നാ ഉണ്ടെന്ന് കേട്ടോ. അയ്യോ, ഉറച്ചിരിക്കുക. ഈ പാത്രത്തോടെ എടുത്തോണ്ട് പോവാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് പൊക്കിയെടുക്കാം. എന്നാ ഉണ്ടെന്നറിയാം കേട്ടോ. ഇത് പക്ഷെ അങ്ങനെ കുഴപ്പമില്ല. ഈ പാത്രം അപ്പടിയും പോക്കടിച്ചു. ഇതിനകത്ത് തന്നെ തിരിച്ചു വെക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. എന്നാ വെള്ളം ഒഴിച്ചിട്ടെടുക്കാവേ. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാൻ പോവാണ്. മണ്ണ് ഇളകാനുള്ള സൗകര്യത്തിനാണ്. അല്ലെങ്കിൽ കുടഞ്ഞിട്ടാലും മതി. പക്ഷേ ഈ പ്ലാസ്റ്റിക് പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു വെച്ചു. ഇനി ഈ വെള്ളം ഒന്ന് ഇവിടെ പിടിക്കട്ടെ കേട്ടോ. അപ്പത്തേന് നമുക്ക് വേറൊരു കാര്യം ചെയ്തിട്ട് വരാവേ. വാ, ഇത് നമ്മുടെ കൊത്തമരയുടെ വിത്ത് ഞാൻ പറിച്ച് പാകം നോക്കാൻ നിങ്ങളെ കാണിച്ചതാണേ. അവരിതേ വളർന്നു. ഇത് കണ്ടോ, പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇവരുടെ തണ്ടിന് തീരെ ബലമില്ല. അപ്പൊ നമുക്ക് ഇവർക്കൊരു താങ്ങ് കൊടുക്കണം. അപ്പൊ ഇതുപോലെ നമ്മൾ പാത്രത്തിനകത്തും ഗ്രോ ബാഗിനകത്തും ഒക്കെ അല്ലേ വളർത്തുന്ന. മണ്ണിലാണെങ്കിൽ നല്ലോണം വെട്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് അലവാങ്ക് കൊണ്ടൊരു നല്ല കുഴി ഉണ്ടാക്കിയിട്ടൊക്കെ നല്ല ബലമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുവേ. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്നാണെന്നറിയോ, അതെ ഇത് PVC പൈപ്പാണ്. ഇതേ എനിക്കിവിടെ ഉള്ളൂ. ഇവിടെ എനിക്ക് ഇത് കനം കുറഞ്ഞതാണല്ലോ. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു കമ്പ് ഇവിടെ നാട്ടി, ഇതുപോലെ ഒരു PVC പൈപ്പും കൂടെ ഞാൻ ഇവിടോട്ട് നാട്ടി കൊടുക്കുവാണേ. കണ്ടോ, ചെരിഞ്ഞു. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാലേ ഇതുപോലൊരു സപ്പോർട്ട് ഇവിടെ ഞാൻ വിലങ്ങനെ ഇതിട്ട് കൊടുക്കുക. വലിപ്പം നീണ്ടു നിന്നാൽ എനിക്ക് ഇതിനിടയ്ക്കൂടെ ഒക്കെ നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടാകും. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് കയറ്, പ്ലാസ്റ്റിക് കയറ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു ഉടക്ക് കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നല്ല ബലത്തിൽ അവരവിടെ പിടിച്ചു നിന്നോളൂ. എന്നാൽ കുറച്ച് പൊക്കം വെച്ച് കഴിഞ്ഞാൽ അവര് ഇതിന്റെ മേളിലോട്ട് കയറി പന്തലേ കൂടെ തന്നെ കിടന്നോളൂ. അതിന് കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതിനെ ഇവിടെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുവാണേ. അപ്പം ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്തു. പക്ഷെ അതിനുള്ളത്ര പൊക്കം ചെടിക്ക് വരാത്തതുകൊണ്ട് നമ്മളിത് ഈ തൂണയിലോട്ട് തന്നെ ചേർത്ത് കെട്ടിക്കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ പൊക്കം വരുമ്പോൾ നമുക്ക് അവരെ ഇതേപോലത്തെ കമ്പയിലോട്ട് ചേർത്തിട്ട് കെട്ടുകയും ചെയ്യാം. ഈ കുറുകെ വെച്ചതേ കുറച്ച് താത്ത് വെച്ച് കൊടുത്തു. കാരണം ചെടി അധികം പൊക്കം വെച്ചിട്ടില്ലല്ലോ. അപ്പം നമുക്ക് ഇതിനെ ഓരോന്നിനെയും ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം നല്ല ബലത്തിൽ അവരവിടെ ഉറച്ചു നിന്നോളും കേട്ടോ. അപ്പം ഇതേപോലെ ഈ എല്ലാവരെയും ഞാനൊന്ന് ചേർത്ത് വെച്ച് കെട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇപ്പം ഇവരെ എല്ലാവരെയും ഞാൻ ഇതേപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കിടന്നു പോയത് കാരണം ഇവരെ നിവർത്തി വെച്ചാൽ ഒടിഞ്ഞു പോകും. അപ്പം ഇനി കുറച്ചും കൂടെ പൊക്കം വെക്കുമ്പോൾ നിവർത്തിയിട്ട് ഇവിടെ ഒരു കമ്പ് വെച്ച് വെട്ടിക്കിട്ട് അതിലോട്ട് വെച്ച് ചേർത്ത് വെച്ചാൽ മതി. അതേപോലെ തന്നെ ഇവരെയും ചേർത്ത് കെട്ടി കൊടുക്കാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊത്തമരയ്ക്ക് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് വന്നപ്പോഴത്തേക്കും ഇതിനകത്തെ മണ്ണ് കുതിർന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒന്ന് പൊക്കിയെടുത്ത് നോക്കാം. എടുക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇളക്കമൊക്കെ വന്നിട്ടുണ്ട്. പാത്രത്തെ ബലത്തിൽ പിടിച്ചാൽ പാത്രം പൊട്ടി പോകും. എന്തോരം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഈ മണ്ണിനടിയിലുള്ള സാധനമല്ലേ, നല്ല ബലത്തിൽ വേര് പിടിച്ചിരിക്കും കേട്ടോ. അതെ, ഇതേപോലെ ഞാൻ മണ്ണായത് കൂടുതലും, ചേനയൊക്കെ കുറവ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ചിരട്ട പോലത്തെ ഒരു സാധനമാണ് ഇതിനകത്ത് വെച്ച് കൊടുത്തത്. അതിൽ നിന്നുണ്ടാകുന്നതല്ലേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ വിത്ത് പൊട്ടിയിട്ടാണ് ഈ അപ്പുറത്തൊക്കെ കിളുത്തിരിക്കുന്നത്. പൊക്കിയെടുത്തിട്ട് കാണിക്കാം. കണ്ടോ, ഇത് ഇത്രയുമാണ് ഇതിനകത്തുണ്ടായിരിക്കുന്നത്. ഇതേന്ന് വിത്ത് പൊട്ടിയതാണ്. പക്ഷെ നല്ല ചേനയാട്ടോ, നല്ല നെയ്ച്ചേന. ഇതിന്റെ വേര് കണ്ടോ, ചേനയുടെ വേരെന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല ആഴത്തിലുണ്ടാകുന്നതാണ്. അപ്പം നമ്മൾ നല്ല കുഴി എടുത്തിട്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല ആഴമുള്ള സ്ഥലത്ത് അല്ലെ നല്ല മണ്ണിളക്കമുള്ള സ്ഥലത്ത് വേണം ചേനയെ നടാൻ. അപ്പം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. എന്നാ വലിപ്പം ഉണ്ടെന്ന് നോക്കാം. ഈ പാത്രത്തിനകത്തോട്ട് തന്നെയാണ് നടാൻ പോകുന്നത്. കാരണം വേറെ പാത്രമില്ല, വെക്കാനായിട്ട് സ്ഥലമൊക്കെ വളരെ കുറവാണല്ലോ. നമ്മൾ ഈ ടെറസയിലുള്ള ഇച്ചിരി സ്ഥലത്തെ കൃഷിയല്ലേ. അപ്പം ഞാൻ ഇതിനകത്തെ മണ്ണിനെ ഈ കൊട്ടയ്ക്കകത്തോട്ട് കുടഞ്ഞിടുവാണേ. ഈ മണ്ണ് തന്നെ വേണം എനിക്ക് ഉപയോഗിക്കാൻ, ഇല്ലെങ്കിൽ നോക്കട്ടെ വേറെ ഉണ്ടെങ്കിൽ എടുക്കാം. അപ്പം നമ്മളിതുപോലെ കുടഞ്ഞിട്ടു കണ്ടോ. ഇനി ഞാൻ ചെയ്യുന്ന ഇതിനകത്ത് 2 ഹോളുണ്ട്, അപ്പറേ ഇപ്പറേയും വശത്തെ. അതൊരു ചെറിയ കല്ലോ കട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് അടച്ചു വെക്കണം. ഇതിൻ്റെ ഹോളിനെ ഞാൻ അടച്ചു വെക്കുക. കാരണം വെള്ളം കെട്ടി നിന്ന ചേന പെട്ടെന്ന് ചീഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെയൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യുന്ന എന്നാന്നറിയാമോ,
ഇത് ഉണങ്ങിയ ഇലകളാണേ. അപ്പം ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് കുറച്ച് ഉണങ്ങിയ ഇല വാരി ഇടുവാണ്. ഈ ചേനയ്ക്കെന്ന് പറഞ്ഞാൽ അടിയിൽ മണ്ണിൻ്റെ ആവശ്യമില്ല. ചേന അത് മുകളിൽ നിന്നാണ് വളരുന്നത്. അപ്പം നമുക്ക് അടിയിലേക്ക് നല്ലോണം കരിയില വാരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നീർവാർച്ച ഉണ്ടാകും. അതുപോലെ കരിയില കുറച്ച് നാൾ കൊണ്ട് അവിഞ്ഞ് വളമായി മാറും. നല്ല അളവിൽ ചേർക്കാം, കാരണം വെള്ളമൊക്കെ വീഴുന്ന അവസരത്തിൽ കരിയില അങ്ങ് അമർന്നു പോകും കേട്ടോ. വാരിയിടാം. കണ്ടോ, നല്ലോണം കുത്തി അമർത്തി കരിയിലയെ വെക്കാവേ. ഇതിനകത്ത് നമ്മൾ കുറച്ച് കരിയില ഞെക്കി അമർത്തിയാൽ കുറച്ചും കൂടെ താഴോട്ട് പോകും. ഉണങ്ങിയ ഇലയും പുല്ലും ഒക്കെ കൂടെ കൂട്ടി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ടേ. മുകളിലോട്ടേ നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കണേ. അപ്പോൾ ആ മണ്ണ് ഞാൻ എടുക്കുന്നത്, നമ്മളിപ്പം മറിച്ചിട്ടില്ലേ ചേന ഇരുന്ന പാത്രത്തിൽ, ആ പാത്രത്തിലെ മണ്ണിന് നനവുള്ളത് കൊണ്ടാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് മണ്ണ് നിങ്ങൾ നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് എടുക്കുന്ന മണ്ണോ അല്ലെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതോ, ഒരു ശകലം, അതായത് ഈ കരിയിലേക്കൊന്ന് ഇരുത്തം വരാനും നമ്മളെ ചേന വെച്ച് കൊടുക്കുമ്പം അതിനൊരു അടിസ്ഥാനമായിട്ടൊരു ശകലം മണ്ണെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ ഞാൻ എന്തോരം ഇട്ടാന്ന് കണ്ടോ, ഒട്ടും തന്നെ ഇട്ടിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇരിക്കുന്നുണ്ടോ, ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലോട്ടേ ഞാൻ ഇടുന്നത് ഇത് കണ്ടോ, ചാരമാണേ. ഇപ്പം ചാരം ഇങ്ങനെ ഇടും. ഇപ്പം നമ്മൾ ചേന മുറിച്ചിട്ടായിരുന്നു നടുന്നതെങ്കിൽ ആ ചേനയുടെ മുറിപ്പാടിലും നിങ്ങൾ ഇതേപോലെ ചാരം തേച്ചു കൊടുക്കണം. കാരണം മണ്ണിൽ നിന്നുള്ള മറ്റ് ഫംഗസ് രോഗങ്ങളോ ഒന്നും ചേനയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാരം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഈ ചാരത്തിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊരു ചെറിയ കുഴി പോലെ നമ്മുടെ ചേനയെ വെക്കണ്ടേ. ഞാൻ ഈ ചേനയെ തന്നെ ഇതിനകത്തോട്ട് വെക്കുക, മുറിക്കുന്നില്ല കേട്ടോ. ഇതിപ്പം നമ്മൾ ചിരട്ട പോലെ വെച്ചതാ, ഇപ്പം ഇതൊരു ചെറിയ ചട്ടി പോലെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനെ ഒന്നും കളയുന്നില്ല, മുറിക്കുന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് മുറിക്കാവുന്നതാണ്, ഞാൻ മുറിക്കുന്നില്ല. ഈ വിത്ത് അടത്തി കളഞ്ഞേക്കാവേ, അല്ല ഇവിടെ വീണ്ടും മുള വരും. കണ്ടോ, ഈ വേരിനെ ഞാൻ ഇവിടെ തന്നെ. ഇനി ഞാൻ ഇതിനകത്തോട്ട് വെച്ചതിന് ശേഷം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് ചാണകപ്പൊടിയും അതുപോലെ ചാരവും കൂടെ മിക്സ് ചെയ്ത് നമുക്കിടാവേ. ഞാൻ കുറച്ച് ചാരം ഇട്ടിട്ട് കൊടുക്കുവാണ്. അതിൻ്റെ മുകളിലോട്ടാണ് ഞാൻ ചാണകപ്പൊടി കൊടുക്കുന്നത്. ഇവിടോട്ട് അങ്ങോട്ട് നിരത്തി ഇട്ട് കൊടുത്തു. എന്തെങ്കിലും മുറിപ്പാടൊക്കെ അതേ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ അങ്ങോട്ട് ഭേദമായി പോവുകയും ചെയ്തോളും ഈ ചാരം ഇടുന്നത് കൊണ്ട്. ഇനി ഞാൻ ഇതുപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മുടെ കയ്യിൽ ഉള്ളതുപോലെ കൊടുത്താൽ മതി. ഇപ്പം ഇതിവിടെ കുറച്ചധികം ഇരുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. ഇത്രയും ചാണകപ്പൊടി കൊടുക്കേണ്ട ആവശ്യമില്ല, ചാണകപ്പൊടി കൂടിപ്പോയാലും കുഴപ്പമില്ല. അപ്പം ഇനി നമ്മൾ എന്നാ ചെയ്യുന്നതെന്നറിയോ, ഇതിൻ്റെ മുകളിലോട്ട് ഇതിപ്പം വേരൊക്കെ തന്നെ പുറത്ത് വന്നത് അല്ലാത്ത അവസ്ഥയാണെങ്കിൽ പോലും ഇതിന് നമ്മൾ ഈ ചേനയ്ക്ക് നട്ട ഉടനെ നമ്മൾ വെള്ളം കൊടുക്കത്തില്ല, കാരണം അഴുകിപ്പോവും. അതുകൊണ്ട് ഇതിന് പക്ഷേ ചൂട് വന്നിട്ട് ഇത് ഇങ്ങനെ നീറിപ്പോവുകയും ചെയ്യരുത്. അതിന് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കരിയിലയോ അല്ലെങ്കിൽ പച്ചയിലയോ ഓലമടലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് പുത കൊടുക്കണം. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഈ ഉണങ്ങിയ ഇല തന്നെയാണ്. അപ്പം ഞാനിത് ഇതിൻ്റെ മുകളിലോട്ട് വാരി ഇട്ടിട്ട് കാണിക്കാവേ. നമ്മളിത് ഇതുപോലെ ഉണങ്ങിയ ഇല ഇട്ട് കൊടുത്തേ. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇലയെല്ലാം കാറ്റത്ത് പറന്നു പോകാതിരിക്കാനേ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണോ അങ്ങനെ എന്തെങ്കിലും, ഞാനിപ്പം പുതിയ പോട്ടിംഗ് മിക്സ് ആയിട്ട് കൊടുക്കുന്നത്. മണ്ണിട്ട് കൊടുത്താലും മതി. എനിക്കിപ്പോൾ ടെറസ് വേറെ മണ്ണില്ലാത്ത കാരണം പിന്നെ ആ ചേന വളർന്ന അതേ മണ്ണിനകത്ത് തന്നെ യാതൊരു ഫലവും കാണുകയല്ലോ. ആ വളവും കാര്യങ്ങളെല്ലാം ഇവർ വലിച്ചെടുത്തതായിരിക്കും വളർച്ചയ്ക്ക് വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ആ മണ്ണ് എടുക്കാഞ്ഞത്. ഇനി അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല, പിന്നെ നമ്മൾ വേറെ വളം ഇട്ട് കൊടുത്തോണ്ടാൽ മതി. അപ്പം കുറച്ച് ഈ കരികിലയൊന്ന് അമങ്ങാൻ മാത്രം, അതായത് ഈ പാത്രത്തിനൊരു 1.5 പാത്രം മണ്ണാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ, എല്ലാ വശത്തും കൂടെ ആയിട്ട്. ഇത്രയും കാര്യം ചെയ്താൽ മതി. അപ്പം ചേനയുടെ നടിയിൽ കഴിഞ്ഞു. ഇനി നമ്മൾ ഇപ്പം ഇതേ മുളച്ചായിരിക്കുന്നത്, അല്ലാതെ നമ്മൾ മുളയില്ലാത്ത ചേനയാണല്ലോ സാധാരണ നടുന്നത്. അങ്ങനാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഉടനെ വെള്ളം കൊടുക്കത്തില്ല. ഇതിനെ എവിടെയാണോ വെച്ച് വളർത്താൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തേക്ക് ഈ പാത്രത്തിനകത്തേത് കൊണ്ടുവച്ചിട്ട് ഒരു 2 ആഴ്ച വരെ മഴയൊന്നും പെയ്തില്ലെങ്കിൽ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മളിതിന് ആഴ്ചയിൽ 1 പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് 1 മാസം കൊണ്ട് തന്നെ
മുള വന്നു തുടങ്ങി. ഇതിനിപ്പോൾ മുളയുള്ളതാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി മുള പോകുമോന്നും അറിയത്തില്ല, പുതിയ മുള വരുമോന്നും അറിയത്തില്ല. എന്തായാലും ഞാനിത് നിങ്ങളെ വീണ്ടും ഇത് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ 1 മാസം ആകുമ്പോഴത്തേക്കിനി മുള വന്നു കഴിഞ്ഞാൽ ഒരു 1.5-2 മാസത്തിനുള്ളിൽ ചേനയ്ക്ക് എന്തെങ്കിലും വളം ചെയ്യണം. ഇപ്പം നമ്മളിത് വെറുതെ കരിയിലയുടെ മുകളിലല്ലേ വെച്ചിരിക്കുന്നത്. വല്ലപ്പോഴും വെള്ളമൊക്കെ ഒഴിക്കുകയും മഴ കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് നല്ലോണം ഇരുത്തം വരും, ഇതിൻ്റെ അടിയിലേക്ക് പോകും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ വളവും മണ്ണും ചേർത്ത് കരിയിലയിട്ട് മൂടിക്കൊടുക്കണം. പല പ്രാവശ്യം കരിയിലയിട്ട് മൂടിക്കൊടുക്കാം, അതിനുള്ളത്ര താഴ്ച ഇത് താഴും. പിന്നെ ആദ്യം നമ്മളൊരു 1.5-2 മാസത്തിനുള്ളിൽ വളം ചെയ്താൽ ഒരു 2 മാസത്തെ ഇടവേളയിൽ നമുക്ക് ചേനയ്ക്കൊരു 3 പ്രാവശ്യം വരെ വളം ചെയ്യാം. പക്ഷെ ഇങ്ങനെയുള്ള വളപ്രയോഗം ഒന്നും നമ്മളിപ്പം വിളവെടുത്ത ചേനയ്ക്ക് ചെയ്തിട്ടില്ല. ഇതിനെ അങ്ങോട്ട് ഉപേക്ഷിച്ച പോലെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. എനിക്ക് തോന്നുന്ന ഒരു പാത്രത്തിനകത്തുനിന്ന് പറിച്ച് ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് വെറുതെ വെക്കുകയോ അങ്ങനെ എന്തോ ആണ് ചെയ്തത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ വളർച്ചയും വളപ്രയോഗവും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരു 3 പ്രാവശ്യം ചേനയ്ക്ക് വളം ചെയ്യണം. അങ്ങനെ നട്ടാൽ നമുക്കൊരു 6 മാസം ആകുമ്പോൾ, ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം ശരിയായ ചേന നടേണ്ട സമയം എന്ന് പറയുന്നത് കുംഭമാസമാണ്. ഇപ്പം ഇത് കുംഭമാസം തീർന്നിട്ടില്ല. കുംഭമാസം 15ഓടുകൂടി 18 ഒരു 20-നകമാണ് നടേണ്ടത്. അങ്ങനെ ചേന നമ്മൾ കുംഭമാസത്തിൽ നട്ടു കഴിഞ്ഞാൽ ഓണത്തിന്റെ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കറി വെക്കാൻ വിളവെടുക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കും ചേന. ഓണത്തിന് നമുക്ക് ചേനയെരിശ്ശേരിയും അങ്ങനത്തെ കറികളൊക്കെ വെക്കണ്ടേ, ചേനത്തണ്ട് തോരൻ വെക്കണം. അപ്പം അതിനൊക്കെയുള്ള ചേന 6 മാസം ആകുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് വിളവെടുക്കാം കറി വെക്കാൻ. എന്നാൽ നമുക്കിതിനെ വീണ്ടും വിത്ത് വേലിക്കായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ, മാറ്റി വിത്തായിട്ട് നടാനും വിത്തായിട്ട് ഉപയോഗിക്കാനും ഒക്കെ ആണെങ്കിൽ ഒരു 10 മാസം വരെ മണ്ണിനകത്ത്, ഒരു 9 അല്ലെങ്കിൽ 10 മാസം വരെ മണ്ണിനകത്ത് ഇരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നമ്മളെടുത്ത് മുളയൊക്കെ കുത്തി ചാണകത്തിനകത്തൊക്കെ മുക്കി കമത്തി വെക്കുവാണെങ്കിൽ പുതിയ മുള വരുമ്പോൾ നമുക്കതിനെ മുറിച്ചിട്ട് പുതിയതായിട്ട് നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റും. അപ്പം ഇത്രയും കാര്യമുള്ളൂ ഒരു ടെറസിൽ ഒരു ചേന. വലിയ വൻ കൃഷിയല്ല നമ്മൾ പറയുന്നത്. ചേന ഒരു പാത്രത്തിനകത്ത് ഇതുപോലെ ടെറസിലോ അല്ലെങ്കിൽ മുറ്റത്തിന്റെ അരികുഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ ഒരു വീട്ടമ്മയ്ക്ക് വളർത്തിയെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. നമുക്കിത് വിൽക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ. സമയാസമയത്ത് വളം ചെയ്യുവാണെങ്കിൽ ഒരു 10 കിലോ വരെയൊക്കെ ആണെങ്കിലും ചേന നമുക്ക് വലുതായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ഇതിനെ ഒരു തണലത്തേക്ക് ഇനി മാറ്റി വെക്കുവാണേ. അപ്പം ഇതുവരെയും ചേന നടാത്ത നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കറി വെക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് ചേന വാങ്ങിച്ചാൽ മതി. വിത്തുവേലി ഒന്നും ഇല്ലേലും കുഴപ്പമില്ല. കടയിൽ നിന്ന് ഒരു ചേന വാങ്ങിച്ചിട്ട്, ചെറിയ ചേന, വലിയ ചേന വാങ്ങിച്ച് കാശ് കളയുക ഒന്നും വേണ്ട. ഒരു 1/4 കിലോ അല്ലെങ്കിൽ 1/2 കിലോ തൂക്കം വരുന്ന ഒരു ചേന മതി ഇതുപോലെ ഗ്രോ ബാഗിനകത്ത് വെക്കാൻ. നമ്മൾ മണ്ണിലാണ് വെക്കുന്നതെങ്കിൽ ഏകദേശം 1 കിലോ തൂക്കമുള്ള ചേനയാണ് നമ്മൾ മണ്ണിൽ നടുന്നത്. അപ്പോഴാണ് അതൊരു 10 കിലോ 15 കിലോ അല്ലെ അതിലേറെയൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെയായിട്ട് മാറുന്നത്. നമുക്ക് ഇതുപോലെ നടാനായിട്ട് ചിരട്ടയുടെ അത്രയും വലിപ്പമുള്ള ഒരു ചേനയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ആരും ചേന നടാനായിട്ട് മടി പിടിക്കേണ്ട. മണ്ണില്ല, വളവില്ല, ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഞാനിപ്പോൾ ചാണകപ്പൊടി ഇട്ടു. നിങ്ങൾ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ അല്ലെ നമ്മൾ അടുക്കള വേസ്റ്റ് കൂട്ടി ഇടുന്നിടത്തു നിന്നുള്ള കമ്പോസ്റ്റോ, കരികില കൂട്ടി ഇടുന്നിടത്തു നിന്നുള്ള കമ്പോസ്റ്റോ, കരികില കത്തിക്കുന്നിടത്തു നിന്നുള്ള മണ്ണോ ഒക്കെ മാത്രം എടുത്തിട്ട് കരിയിലയും കൂട്ടി നട്ടാൽ മതി. നല്ല വിളവ് ചേന തരും. ഈ ചേന വിളവെടുക്കുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ വളപ്രയോഗം നമുക്ക് ഈ പ്രാവശ്യം ഇതിനൊന്ന് ചെയ്തു കൊടുക്കണം. വളം കൊടുത്താൽ ഇത് എന്തുമാത്രം വലുതാണ്, നമ്മൾ വെച്ചതിൻ്റെ അളവറിയാലോ, ഇത് എന്തുമാത്രം വലുതായി കിട്ടും എന്നൊക്കെ നമുക്കൊന്ന് അറിയുകയും ചെയ്യാം. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.